ഹായ് ഓൾ വെൽക്കം ടു മൈ ചാനൽ മാജിക് മൂൺ ടാറ്റ് റീഡിംഗ് ബൈ അമ്മു. സോ ഇന്ന് നമ്മുടെ റീഡിംഗ് ടോപ്പിക് എന്ന് പറയുന്നത് 2025 നിങ്ങൾക്ക് വരുന്ന കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ ഗൈഡൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. എപ്പോഴും പറഞ്ഞ പോലെ ജനറൽ റീഡിംഗ് ആണ്, റെസണേറ്റ് ചെയ്യുന്ന മറ്റ് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടളിയുക. റീഡിംഗ് കാണുന്ന സമയത്ത് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ശ്രമിക്കുക. ബോട്ടം ഓഫ് ദി ഡെക്ക് നമുക്ക് കിട്ടിയത് ദ 9 ഓഫ് പെൻഡക്കിൾ കാർഡാണ്. ഓക്കെ, 2024 എന്ന് പറയുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് പരീക്ഷണം നേടിയിടേണ്ട ഒരു സമയമായിട്ടൊക്കെ തോന്നിയിട്ടുണ്ടാകാം പലരെയും സംബന്ധിച്ച്. അതായത് ഏതൊരു കാര്യം വരുന്ന സമയത്ത് എന്തെടുത്താലും ഒരു ബ്ലോക്കേജ്, പല രീതിയിലും കരിയർ റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ ഒരുപാട് ഓപ്പർച്യൂണിറ്റി തേടി പോയിട്ടുണ്ടെങ്കിലും പലർക്കും ആഗ്രഹിച്ച പോലുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ തുടക്കത്തിലുള്ളത് പോലൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ 2025 നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നത് ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസ് ആണ്. കുറേ ആൾക്കാർ അബ്രോഡിലൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ അതിനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി തുറന്നു വരുന്നതായിട്ടാണ്, ഓപ്പൺ ചെയ്ത് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് മൂവ് ഓൺ ചെയ്യാനുള്ള വളരെയധികം ചാൻസ്, അല്ലെങ്കിൽ പുറത്തൊക്കെ നോക്കുന്നവർക്കാണെങ്കിൽ നല്ലൊരു ടൈമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ എപ്പോഴുള്ളൊരു മനുഷ്യന്മാരുടെ ഒരു ടെൻഡൻസിയാണല്ലേ, എന്ത് കിട്ടിയാലും ബെറ്റർ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമ്പോൾ അല്ലെങ്കിൽ അതിനേക്കാൾ നല്ലത് കിട്ടണം എന്നുള്ള ഒരു തോന്നിച്ചൊക്കെ പലർക്കും ഉണ്ടാവുന്നുണ്ട്. അതായത് ഇപ്പോഴുള്ള ജോലിയിൽ ഒരിക്കലും സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുന്നവർക്ക് തീർച്ചയായും അടുത്ത ഓപ്ഷനിലേക്ക് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ കുറേ നാളായിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു തരത്തിൽ വളരെയധികം വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അല്ലെങ്കിൽ എഫേർട്ട് ഇട്ട് PSCയോ അല്ലെങ്കിൽ ഗവൺമെൻറ് ജോബ് തേടി നിൽക്കുകയാണ്, അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിൽ വലിയ കാര്യമായിട്ട് വലിയ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്ത ഗുണമൊന്നും ഉണ്ടാവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അതൊക്കെ മാറി വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഒരു പുതിയൊരു പുതിയ ഒരു ഓപ്പർച്യൂണിറ്റി എന്നുള്ള രീതിയിലാണ് കൂടുതലായിട്ടും കാണിക്കുന്നത്. ഇവിടെ കൂടുതലായിട്ടും കരിയർ ബേസ് ചെയ്തിട്ട് ഒരു ട്രാവലിങ്ങിനുള്ള പോസിബിലിറ്റീസാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ഈ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ട് ഞങ്ങൾക്കൊരു ഗ്രോത്ത് ഇല്ല, ഒരു വലിയ കാര്യമായിട്ടുള്ള രീതിയിലൊന്നും മാറ്റമില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ അതൊക്കെ മാറി നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള ഒരു ജോലി നിങ്ങൾ ചൂസ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത്. അവിടെ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള കഴിവ് കാണിക്കാനുള്ള ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ് തുറന്നു വരുന്നത് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളിപ്പോൾ അല്ലെങ്കിൽ സെർച്ച് ചെയ്യുന്ന ഒരു ജോബ് അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ അതെന്ത് തന്നെ ആയിക്കോട്ടെ, അവിടെ കുറച്ച് കോമ്പറ്റീഷനുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ ഏത് സെക്ടർ ആണെങ്കിലും നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ടാകും. പക്ഷെ അതുപോലെ തന്നെ നിങ്ങളുടെ എഫേർട്ട് അവിടെ വളരെ നല്ല രീതിയിൽ മാനിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഡ്രീം ഒരുപാട് നാളായിട്ട് എനിക്കിത് വേണം എന്നുള്ള രീതിയിൽ അതിനു വേണ്ടി കഷ്ടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വ്യക്തികൾ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ ഒരുപാട് നാളായിട്ട് അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാത്തരം ക്വാളിഫിക്കേഷനും ഉണ്ടാവുന്നുണ്ടാവും. പക്ഷെ ചില കാര്യങ്ങളിൽ നിങ്ങൾക്കൊരു ബ്ലോക്കേജ് പോലെയൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറി വരുന്നത് 5 ഓഫ് സോഡ് 5 കപ്പ് എന്നൊക്കെ പറയുന്നത് കോമ്പറ്റീഷനെ കാണിക്കുന്ന ഒരു കാർഡാണ്. അതെന്ന് വെച്ചാൽ ഒരുപാട് കോമ്പറ്റീഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനോട് പിടിച്ച് നിൽക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു എനർജിയെ കാണിക്കുന്ന ഒരു കാർഡ്സാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് മണി എത്ര പൈസ ഉണ്ടെങ്കിലും ഇപ്പോൾ ജോലി ചെയ്യുന്നവരാണ് ചിലപ്പോൾ നിങ്ങളുടെ സേവിങ്സിന് വേണ്ടി മാറ്റി വയ്ക്കുന്ന സമയത്ത് ഒന്നും ഉണ്ടാവുന്നുണ്ടാവില്ല. പക്ഷെ എന്നാൽ പോകെ നിങ്ങൾക്ക് സേവിങ്സ്, നിങ്ങൾക്കൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു ഒരു ഗ്രോത്ത് പോലെ നിങ്ങൾക്കിവിടെ കാണിക്കുന്നുണ്ട്. അതിപ്പോൾ നമുക്ക് നിങ്ങൾക്ക് പല രീതിയിലും അല്ലെങ്കിൽ സൈഡ് ബിസിനസ്സായിട്ട് നിങ്ങൾ ട്യൂഷനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പാർട്ട് ടൈം ആയിട്ട് നിങ്ങൾക്ക് ജോലി നോക്കുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്കൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് ഉള്ളതായിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ കുറച്ച് പേർക്ക് എന്ത് കരിയർ പാത്ത് ചൂസ് ചെയ്യണം എന്നുള്ളത് കൺഫ്യൂഷൻ ഉണ്ടാവാം, സ്വാഭാവികമാണ്. ഒരുപാട് ഓപ്പർച്യൂണിറ്റി, ഇപ്പോൾ നിങ്ങൾക്കൊരു ജോബ് ഉണ്ടാവും പക്ഷെ അതിൽ വലിയ ഗ്രോത്ത് ഇല്ല, നിങ്ങളുടെ ഒരു മെൻ്റൽ സ്റ്റേറ്റ് ഓക്കെ അല്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വർക്ക് ഭാരം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറിയിട്ട് നിങ്ങൾക്ക് ആഗ്രഹിച്ച പോലുള്ള ഒരു ഹാപ്പിനെസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് കുറച്ചുകൂടി കാർഡ്സ് ക്ലാരിഫൈ ചെയ്ത് നമുക്ക് നോക്കാം. വി ഹാവ് ദി ഏസ് ഓഫ് വൺസ്, ഒരു പുതിയ ഓപ്പർച്യൂണിറ്റീസിനെ കാണിക്കുന്ന കാർഡാണ്.
അല്ലെങ്കിൽ ഒരുപാട് ഡിപ്പെൻഡൻ്റ് ആയിട്ട് നിങ്ങളിപ്പം ഒരു കമ്പനീൻ്റെ കീഴിൽ ഒരു ന്യൂ ബിസിനസ്സൊക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലുള്ള ഒരു മണി, ഒരു പണം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. പണത്തിൻ്റെ ബേസ് ചെയ്ത് പലരും എഡ്യൂക്കേഷനൊക്കെ വേണ്ട പ്രോപ്പറായിട്ട് രീതിയിലേക്ക് പോവാത്ത നിൽക്കുന്ന വ്യക്തികളൊക്കെ ആണെങ്കിൽ ആ ഒരു രീതിയിൽ ഒരു നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് ഒരു ഡോർ ഓപ്പൺ ആയിട്ട് നിൽക്കുന്നതായിട്ടാണ്, ഓപ്പൺ ആയിട്ട് വരുന്നതായിട്ടാണ് കാണിക്കുന്നത്. കാരണം ആ ഒരു രീതിയിൽ നിങ്ങൾ ഡിസേർവ് ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ ഹാർഡ് വർക്കിൻ്റെ ഫലമായിട്ടാണെന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. അതേപോലെ ഇപ്പോൾ ജോബൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണെങ്കിൽ ഇനിയിപ്പോൾ കരിയർ ചൂസ് ചെയ്യണോ അല്ലെങ്കിൽ ജോബ് ചൂസ് ചെയ്യണം, അതിന് നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ക്ലാരിറ്റി ഈ ഒരു ടൈം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് കൂടുതലും ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരുപാട് പേർക്കും പുറത്തോട്ട് പോകാനുള്ള ചാൻസ് കുറച്ച് കൂടുതലായിട്ടുള്ളതാണ്, എടുത്ത് നിന്ന് കാണിക്കുന്ന അങ്ങനെയുള്ളൊരു എനർജിയാണ്. അതുപോലെ തന്നെ അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് പുതിയ ഒരു വ്യക്തികളെ മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരമൊക്കെ കാണിക്കുന്നുണ്ട്. ഒരു പുതിയൊരു ഓപ്പർച്യൂണിറ്റി അതുവഴി നിങ്ങൾക്ക് ഉണ്ടാവും എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. പുതിയ വ്യക്തി, പുതിയ കൾച്ചർ, ഫോറിൻ അല്ലെങ്കിൽ ഫോറിൻ രീതിയിലുള്ള കൾച്ചർ, അങ്ങനെയുള്ള രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്യാനുള്ള ഒരു അവസരം നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ദെൻ വി ഹാവ് ദ നയൻ ഓഫ് കപ്സ് ആൻഡ് ദ 5 ഓഫ് സോഴ്സ് ആൻഡ് ബോട്ടം ഓഫ് ദ ഡെക്ക് ചാരിയറ്റ് എനർജിയാണ്. കുറച്ച് പേർക്ക് ഒരു തുടക്കം എന്ന് പറയുന്നത് കുറച്ച് ടഫായിട്ട് നിൽക്കുന്നത് പോലെ തോന്നും. കാരണം എന്താണ്, കുറച്ച് ഒരു എവിടെ പോയാലും കുറച്ച് രീതിയിലൊരു ബ്ലോക്കേജ് പോലെയൊക്കെ കാണിക്കുന്നുണ്ടാകാം. പക്ഷെ പോകെ പോകെ അത് തന്നെ സോൾവ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് ഒരു കാര്യം മറികടക്കാൻ വേണ്ടി പറ്റും എന്നുള്ള നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അങ്ങനെയുള്ളൊരു പവർ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആദ്യമൊക്കെ നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഇല്ല, എന്ത് ചെയ്യണമെന്നൊന്നും അറിയില്ല, അങ്ങനെയൊക്കെ വിചാരിച്ച് നിൽക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ തന്നെ ഒരു ഗോൾ സെറ്റ് ചെയ്യുക, എന്നിട്ട് അതിനു വേണ്ടി പ്രയത്നിക്കുക എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും 2025 നല്ലൊരു ഓപ്പർച്യൂണിറ്റീസാണ് നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ഓൾമോസ്റ്റ് എല്ലാവർക്കും, ഒട്ടുമിക്ക ആൾക്കാർക്കും. വലിയ നെഗറ്റിവിറ്റി പിന്നെയുള്ള കാര്യം എന്ന് പറയുന്നത് ഇത് ബേസ് ചെയ്ത് നിൽക്കുന്നത് നിങ്ങൾ എങ്ങനെ ഒരു സിറ്റുവേഷനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതും കൂടി ഒരു വലിയ ഫാക്ടറാണ്. പലർക്കും അത് നല്ല രീതിയിൽ തന്നെ അത് ഓവർകം ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. വളരെ നല്ല കാര്യമാണ്. ഒരു സിറ്റുവേഷനിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ശരിയാവില്ല. ആ ഒരു വാതിൽ മാത്രമേ നമ്മുടെ മുന്നിൽ അടച്ചിട്ടുണ്ടാവുള്ളൂ അല്ലേ? ബാക്കി 9 വാതിലുകളും മുട്ടി തുറക്കാനുള്ള ആ ഒരു ധൈര്യം അല്ലെങ്കിൽ ആ ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അല്ലേ? നമുക്ക് വേണ്ടത് നമ്മൾ തന്നെ ആയിട്ട് ചൂസ് ചെയ്യേണ്ടതായിട്ടുള്ള സിറ്റുവേഷനിലൊക്കെ വരുന്ന രീതിയിലൊക്കെ കാണിക്കുന്നുണ്ട്. ഡബിൾ മൈൻഡൊക്കെ നിൽക്കുന്ന ഒരു കൺഫ്യൂഷനൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിപ്പോകുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഒരുപാട് കാലം ഒരു സിറ്റുവേഷന് ഡിപ്പെൻഡൻ്റ് ആയിട്ട് അല്ലെങ്കിൽ ഇനി ഈ ഒരു കമ്പനിയിൽ അല്ലെങ്കിൽ ഈ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഇവിടെ തന്നെ നിന്നാൽ മതിയാവില്ല, അല്ലെങ്കിൽ കുടുംബത്തിൻ്റെ കാര്യമൊക്കെ നോക്കണം, അല്ലെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതിന് പറ്റുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കുറച്ച് പേർക്കാണ് എഡ്യൂക്കേഷനൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കണം, അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കോഴ്സ് ചെയ്ത് പഠിക്കണം എന്നൊക്കെ ഉണ്ടെങ്കിൽ ഒരു കോൺഫിഡൻസോട് കൂടി തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള രീതി. ഒരിക്കലും ഡബിൾ മൈൻഡ്, വേറൊരാളുടെ അഭിപ്രായം നിങ്ങളുടെ ഒരു തീരുമാനത്തെ ബാധിക്കുന്ന രീതിയിലാവരുത്. കാരണം ഇവിടെ ഒരു കൺഫ്യൂഷൻ, അതുപോലെ തന്നെ ഒരു ഡില്യൂഷൻ പോലുള്ള ഒരു എഫക്റ്റൊക്കെ പലർക്കും കാണിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. യൂണിവേഴ്സൽ, പ്ലീസ് ഗൈഡ് മീ. ആൻസറിങ് ദ കോൾ. ദ ടൈം ഈസ് നൗ. ദ വോയേജ് ഓഫ് ദ ഹേർട്ട്. വണ്ടറിങ് പാത്ത്. എൻജോയ് ദ ജേർണി. വണ്ടറസ് യൂണിവേഴ്സാണ് ബോട്ടം ഓഫ് ദ ഡെക്ക് കിട്ടിയത്. അതായത് ഇവിടെ പറയുന്നതെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ യൂണിവേഴ്സലിനെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് ഒരു ജോലി കിട്ടണം എന്നുള്ള രീതിയിൽ പലരും പ്രാർത്ഥിച്ച് കാണാം. അപ്പം അന്നൊന്നും അല്ലെങ്കിൽ വലിയ രീതിയിൽ അല്ലെങ്കിൽ കിട്ടിയില്ല എന്നുള്ള രീതിയിലൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ അവസരങ്ങളൊക്കെ പോയി കാണും. പക്ഷേ എന്നാൽ പോകെ അല്ലെങ്കിൽ എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ടൈം ഉണ്ടല്ലേ? അപ്പോൾ ഒരു കാര്യം നമുക്ക് കിട്ടിയില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഒരിക്കലും വീണ്ടും വേറൊരു ഓപ്പർച്യൂണിറ്റി, വേറൊരു അവസരത്തിന് നേരെ ട്രൈ ചെയ്യാതിരിക്കട്ടെ. ഒരു ആവശ്യമില്ല. ഒരു അവസരം മാത്രമേ നമ്മുടെ മുന്നിൽ അടച്ചിട്ടുള്ളൂ. നമുക്ക് വേറൊരു ഓപ്പർച്യൂണിറ്റീസിന് പിറകെ പോകുന്നതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാതുണ്ടെങ്കിൽ ചില കാര്യങ്ങളിൽ നമ്മൾ തന്നെ ആയിട്ട് ചില സിറ്റുവേഷനിൽ ഇറങ്ങി പുറപ്പെടേണ്ടതായിട്ട് വരും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഗൈഡൻസ് യൂണിവേഴ്സലിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും എന്നുള്ള രീതിയിലാണ്. ദ യൂണിവേഴ്സൽ ഈസ് എ വണ്ടറസ് തിങ്. അതായത് യൂണിവേഴ്സൽ എന്ന് പറയുന്നത് ഒരു മാജിക്കലായിട്ടുള്ള ഒരു കാര്യമാണ്. നിങ്ങൾ എന്ത് വിശ്വസിക്കുന്നു അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത് അല്ലേ? നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു അതാണ് നമുക്ക് തിരിച്ചു കിട്ടുക. ഒരു കർമ്മഫലം എന്നൊക്കെ പറയാറില്ലേ? അതുമാതിരിയാണ്. കാരണം നിങ്ങൾ എന്താണോ വിശ്വസിക്കുന്നത് അതാണ് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുന്നത്. ഇവിടെ നല്ലത് വിശ്വസിച്ച് നോക്കൂ, അതേപോലെ നല്ല നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം.
പലരും നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇനി നമുക്ക് നിങ്ങൾക്കുള്ള ടാരറ്റ് ഗൈഡൻസ് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. വി ഹാവ് ദ കിങ് ഓഫ് പെൻഡക്കിൾ, അഗെയിൻ ദ ഹൈ പ്രിസ്റ്റസ് കാർഡ്, ദി ഏസ് ഓഫ് സോഡ്, ദ നൈറ്റ് ഓഫ് വോൺസ് ഇസ് എ ബോട്ടം ഓഫ് ദ ഡെക്ക്. 2025 പലരെ സംബന്ധിച്ച് ഒരു സ്റ്റെബിലിറ്റീനെ കാണിക്കുന്ന ഒരു ടൈം തന്നെയാണ്, ഒരു എഡ്യൂക്കേഷൻ കരിയർ റിലേറ്റഡായിട്ട്. പക്ഷേ ഇവിടെ നിങ്ങൾ എല്ലാത്തിനും കുറച്ച് ടൈം എടുത്തിട്ട് അല്ലെങ്കിൽ ഒരു സിറ്റുവേഷന് മുന്നോട്ട് പോകണം. ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് ഒരു കാര്യത്തിലേക്ക് എടുത്തു പോകുന്നതിന് മുന്നിൽ ഒരുപാട് തവണ ചിന്തിച്ചിട്ട് മുന്നോട്ട് പോകേണ്ടതായിട്ടുള്ള സിറ്റുവേഷൻ നിങ്ങളുടെ ലൈഫിലേക്ക് വരും. എടുത്തു ചാടി ഒരു അവസരങ്ങൾക്ക് നേരെ മുന്നോട്ട് പോകരുത്. എന്ന് വെച്ച് ട്രൈ ചെയ്യുന്നതിൽ തെറ്റില്ല എന്നൊന്നല്ല ഇവിടെ പറഞ്ഞു വരുന്നത്. ബട്ട് സ്റ്റിൽ എല്ലാം ഒരു കാര്യത്തിലേക്ക്, ഒരു സിറ്റുവേഷനിലേക്ക് പോകുമ്പോൾ നല്ല രീതിയിൽ അതിനെക്കുറിച്ച് ചിന്തിക്കുക, അതിനെക്കുറിച്ച് അതിലെത്രത്തോളം ശരിയുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നല്ല രീതിയിൽ ഒരു വിശകലനം ചെയ്യാന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പറയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സേവിങ്സിന് മാറ്റി വയ്ക്കാൻ വേണ്ടി പറ്റുന്ന രീതിയിലുള്ള ഒരു തുടക്കം അത്ര വലിയ, അല്ലെങ്കിൽ സേവിങ്ങിന് വെച്ചാൽ പോലും അതിന് പറ്റാത്ത രീതിയിലുള്ള എനർജിയൊക്കെ ആണെങ്കിൽ പിന്നെ പോകെ പോകെ നിങ്ങൾ തന്നെയായിട്ട് മാറ്റി വയ്ക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പലരെയും സംബന്ധിച്ച് ഫാമിലീനെ ഹെൽപ്പ് ചെയ്യാനുള്ള ഒരു ചാൻസ്, പോസിബിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ഒരു ഫെയിം, അത് നിങ്ങൾ വിചാരിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ എക്സ്പെക്റ്റ് ചെയ്യാത്ത, നിങ്ങൾക്ക് എക്സ്ട്രാ വർക്കൊക്കെ ചെയ്തിട്ട് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോബൊക്കെ ചെയ്തിട്ട് അതിലൂടെ നിങ്ങൾക്കൊരു ഫെയിം കിട്ടുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഡ്രീം ഗോൾ നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് പേരുടെ എനർജി പ്രകാരം എന്ന് പറയുന്നത് എത്ര എന്ത് കിട്ടിയാലും അതിനോട് സാറ്റിസ്ഫൈ ചെയ്യാതെ, അല്ലെങ്കിൽ ഓപ്പോസിറ്റുള്ളവരെ കുറിച്ച്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു എനർജി മൂവ്മെൻ്റൊക്കെ എനിക്കിവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് കുറച്ചും കൂടി നല്ലത് എനിക്ക് ഡിസേർവ് ചെയ്യുമായിരുന്നു എന്ന് വിചാരിച്ച് ഇപ്പോഴുള്ള ജോബിൽ അത്ര സാറ്റിസ്ഫൈഡ് ചെയ്യാതെ നിൽക്കുന്ന ഒരുപാട് വ്യക്തികളെ എനിക്കിപ്പോൾ ഇവിടെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരോട് പറയാനുള്ളതെന്ന് പറയുന്നത്, നിങ്ങളിപ്പോൾ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഒരുപാട് പേരുടെ ഡ്രീം ജോബാണ്. കാരണം എന്ന് വെച്ചാൽ കുറേ ആൾക്ക് അത് കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്താണ്, അത് ഒരു ജോലിയെങ്കിലും കിട്ടിയാൽ മതി എന്നുള്ളവർക്ക് അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ബ്ലെസ്സിങ്സിനെ തട്ടിത്തെറിപ്പിക്കാതെ, അല്ലെങ്കിൽ അതിലൊരു ഹാപ്പിനെസ് കണ്ടെത്തി മുന്നോട്ട് പോകണം. എന്ന് വെച്ചാൽ കടിച്ച് എല്ലാ തരത്തിലുള്ള അല്ലെങ്കിൽ എക്സ്പ്ലോയിറ്റേഷനും സഹിച്ച് അങ്ങനെ നിൽക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് വളരെയധികം നിങ്ങൾ ഒന്നിൽ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ അതൊക്കെ കുറച്ച് മാറ്റണം എന്നുള്ള രീതിയിലാണ് കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങൾക്കുള്ള റീഡിങ്. ഞങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുകയാണ്. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത റീഡിങ് കാണുന്നവരെ ബൈ.